ചിലപ്പോൾ റെക്കോർഡിന് അർഹതയുള്ള വ്യക്തിയായിരിക്കും അൻഷി ബാബു. 21ാമത്തെ വയസ്സിലടാ, 21ാമത്തെ വയസ്സിലാണ് അൻഷി ക്ലറിക്കൽ തസ്തികയിലേക്ക്. കാരണം ഞാൻ ആവേശം ബാച്ചിക്ക് വന്നതിന് ശേഷമാണ് കിട്ടാത്ത കുറേ നോട്ടുകൾ ഉണ്ടെന്ന് മനസ്സിലായത്. കുറേ അറിയാത്ത പോയിന്റുകളും കുറേ നോട്ടുകളും കുറേ എക്സാമുകളും എഴുതാൻ തുടങ്ങിയത് ആവേശത്തേക്ക് വന്നതിന് ശേഷമാണ്. അത് കറക്റ്റ് ഫോളോ ചെയ്ത് പോയി. നന്നായി പഠിച്ചിട്ടുണ്ട്. പിന്നെ അവർ പഠിക്കുന്ന അത്രയും നമ്മൾ പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉത്തരവാദിത്തം. CSCB വഴിയുള്ള ഒരു ജൂനിയർ ക്ലർക്ക് ജോലി എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് പേരുടെ സ്വപ്നമാണ്. ഒരുപാട് പേര് വർഷങ്ങളോളം അതിനുവേണ്ടി ഉറക്കളയിക്കാറുണ്ട്. അപ്പോൾ അത് കിട്ടാനുള്ള പാടെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, മത്സരം ഇച്ചിരി ഉണ്ട്. കാരണം നമുക്ക് എല്ലാവർക്കും കിട്ടാനുള്ള സാധ്യത ഉള്ള ജോലിയാണ്. അവളെ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷേ നമുക്ക് CSCB വഴി ക്ലറിക്കൽ തസ്തികയിലേക്ക് കയറുന്ന ആൾക്കാരുടെ ഏജ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു ചിലപ്പോൾ റെക്കോർഡിന് അർഹതയുള്ള വ്യക്തിയായിരിക്കും അൻഷി ബാബു. 21ാമത്തെ വയസ്സിലടാ, 21ാമത്തെ വയസ്സിലാണ് അൻഷി ക്ലറിക്കൽ തസ്തികയിലേക്ക്. ഇപ്പോൾ 1ാം റാങ്ക് എവിടെയൊക്കെ വന്നോളെ? അരിയല്ലൂർ സർവീസ് കോർപ്പറേഷൻ. അരിയലിൽ ഫസ്റ്റ് റാങ്ക് വന്നു. വേറെ എവിടെയൊക്കെ ഉണ്ട്? താമരശ്ശേരി 3rd റാങ്ക് ഉണ്ട്, മറ്റം 5th റാങ്ക്. ഓക്കെ. ഈ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം നിനക്കൊരു ബോധ്യം ഉണ്ടല്ലോ, നീ വിളിച്ച് നമുക്ക് ഒരു മാർക്ക് കാണുമ്പോൾ അറിയാമല്ല, ഒരു ഏകദേശം ബോധ്യമുണ്ട്. പിറ്റേ ദിവസം അല്ലെങ്കിൽ പിറ്റേ ആഴ്ച നീ എന്താ ചെയ്തത്? ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്തു. ഓക്കെ. റെസ്റ്റ് എടുത്താന്ന് എനിക്കറിയേണ്ടത്? ഇല്ല, റെസ്റ്റ് എടുത്തിട്ടില്ല. എപ്പോഴും നിങ്ങളടുത്ത് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, ഒരു പരീക്ഷ കഴിഞ്ഞ് എന്ത് ചെയ്യാൻ പാടില്ല? റെസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇപ്പോഴും റെസ്റ്റ് എടുക്കുന്നുണ്ടോ? ഇല്ല. ഇപ്പോഴും അൻഷി റെസ്റ്റ് എടുക്കുന്നില്ല. ഇത്രയും സ്ഥലത്ത് നമുക്ക് ഫസ്റ്റ് റാങ്കിലും 2nd റാങ്കിലൊക്കെ വന്നിട്ടും റെസ്റ്റ് എടുക്കുന്നില്ല. അപ്പോൾ വിജയിച്ചു വരുന്ന കുട്ടികളുടെ ശീലത്തിൽ നമ്പർ 1 നിങ്ങൾ നോട്ട് ചെയ്യുക. ഇതാണ് ശീലം നമ്പർ 1. ഇത് നോട്ട് ചെയ്യുക, കൃത്യമായിട്ട് ഇത് ഫോളോ ചെയ്യുക. അപ്പോൾ എപ്പോഴും നമ്മൾ പറയും, ആദ്യത്തെ ഒപ്പ് ഇടുന്നത് വരെ പഠിച്ചുകൊണ്ടിരിക്കുക. ഒപ്പിട്ടാൽ പഠിച്ച് നിർത്താമോ? ഇല്ല. നമ്മൾ അടുത്ത് വന്നല്ലേ ഏറ്റവും മെച്ചപ്പെട്ട ഓപ്പർച്യൂണിറ്റിയിൽ വരുന്നത് വരെ പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ. അപ്പോൾ അതിലൊരു നല്ലൊരു എക്സാമ്പിളാണ് അൻഷി. അൻഷി, നമ്മളെ ഡിഗ്രി ഏതായിരുന്നു? ബികോം കോർപ്പറേഷൻ. അപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് ഈ കോർപ്പറേഷൻ തിരഞ്ഞെടുക്കാൻ ആരാ പറഞ്ഞത്? സാർ +2 പഠിച്ച സിജുമൻ സാറും പിന്നെ എൻ്റെ അമ്മയുടെ അനിയത്തി മേമയും പറഞ്ഞ കോർപ്പറേഷൻ എടുത്താൽ ഇങ്ങനെ ഒരു ഇതുണ്ട്. മാം KCB-യിൽ, മാം ബാങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, കോപ്പറേറ്റീവ് ബാങ്കിൽ. ഇപ്പോൾ KCB-യിൽ വർക്ക് ചെയ്യുന്നത്. മാം പറഞ്ഞിട്ടാണ് ബികോം കോർപ്പറേഷൻ എടുത്ത് സാറും പറഞ്ഞിട്ട്. ഓക്കെ. അപ്പോൾ 2 പേർക്ക് നമ്മളിപ്പോൾ നന്ദി പറയണം. ഓക്കെ. അപ്പോൾ അത് വളരെ വലിയൊരു വഴിത്തിരിവായല്ലേ? ഓക്കെ. ബികോം കോർപ്പറേഷൻ കഴിഞ്ഞിട്ട് ഫസ്റ്റ് പരിപാടി എന്തായിരുന്നു? ബികോം കോർപ്പറേഷൻ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഈ കോച്ചിങ്ങിന് പോകാൻ. അപ്പോൾ കോച്ചിങ്ങിന് സഹകരണെ കുറിച്ച് അന്ന് അറിയില്ലായിരുന്നു. ഓഫ്ലൈൻ കോച്ചിങ്ങാണ് നോക്കിയത്. അങ്ങനെ ഒരു കോച്ചിങ് എടുത്തു. പിന്നെ ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ ക്ലാസ്സുകൾ നോക്കുമ്പോഴാണ് സഹകാരി ഉണ്ട്, ഇങ്ങനെ ഒരു എൻട്രൻസ് എക്സാം ആയിട്ട് 3 മാസത്തെ കോച്ചിങ് എന്നൊക്കെ അറിയുന്നത്. എൻട്രൻസ് എക്സാം എഴുതി കയറി. രണ്ടാമത്തെ ഒരു എക്സാമിൽ, അതായത് നമ്മുടെ എൻട്രൻസ് എക്സാമിനേഷനിലൂടെ നമ്മുടെ ആവേശം ബാച്ചിലേക്ക് വരികയാണ്. ആവേശം ബാച്ച് എന്ന് പറയുമ്പോഴത്തേക്കും ഇത്തവണത്തെ റാങ്ക് ലിസ്റ്റ്, അതെ, തൂത്തുവാരിയൊരു ഗ്രൂപ്പാണ് ആവേശം ബാച്ച് എന്ന് പറയുമ്പോൾ. ആവേശം ബാച്ചിലേക്ക് വന്നതിന് ശേഷം, അല്ലെങ്കിൽ നമുക്ക് ആ സമയം വരെ ഉണ്ടായിരുന്ന എന്തൊക്കെ ഡ്രോബാക്സ് ആണ് നമുക്ക് ആവേശം ബാച്ചിന് പരിഹരിക്കാൻ പറ്റിയത്? കാരണം ഞാൻ ആവേശം ബാച്ചിക്ക് വന്നതിന് ശേഷമാണ് കിട്ടാത്ത കുറേ നോട്ടുകൾ ഉണ്ടെന്ന് മനസ്സിലായത്. കുറേ അറിയാത്ത പോയിന്റുകളും കുറേ നോട്ടുകളും കുറേ എക്സാമുകളും എഴുതാൻ തുടങ്ങിയത് ആവേശത്തേക്ക് വന്നതിന് ശേഷമാണ്. അത് കറക്റ്റ് ഫോളോ ചെയ്ത് പോയി. അപ്പോൾ നമുക്ക് ആ പ്രാക്ടീസിന്റെ കുറവ് നമുക്ക് നികത്താൻ പറ്റി. ഡെയിലി എക്സാം എഴുതിയതാണ് വലിയൊരു ഉപകാരമായത്. ഓക്കെ. നോർമലി നിങ്ങൾ മനസ്സിലാക്കുക, എല്ലാവർക്കും ഉള്ള ബേസ് കോഴ്സിനൊക്കെ അല്ലാതെ, അതുകൊണ്ട് എല്ലാവരും അതിൽ വന്ന പ്രയോജനം ചെയ്യത്തുമില്ല അല്ലേ? കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ടാണ് ചെയ്തെടുക്കാൻ പറ്റിയത്. ബേസ് ഉള്ളത് കൊണ്ടാണ് അതിനകത്ത് അഡ്വാൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റിയത്. അതുകൊണ്ടാണ് അവിടെ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ വരുന്നത്. ദീപ്തി മിസ്സിന്റെ സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ദീപ്തി മിസ് അടിപൊളിയാണ്. എന്താവശ്യം ഉണ്ടെങ്കിലും മിസ്സിനെ വിളിച്ചാൽ മിസ് എടുക്കാറുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും അടിപൊളിയായിരുന്നു മിസ്. അപ്പോൾ ആവേശം ബാച്ചിൻ്റെ വിജയത്തിൽ ഒരു വ്യക്തിക്ക് ഒഴിച്ചുകൂടാനാകാത്ത പങ്കുണ്ട്. ഈ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുന്നതിലും കൂടെ നിർത്തുന്നതിലും പഠിപ്പിച്ചെടുക്കുന്നതിലൊക്കെ നമ്മുടെ മെൻറ്ററായിട്ടുള്ള ദീപ്തി വളരെ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ആവേശത്തിൻ്റെ മെൻറ്റർ മാത്രം, എല്ലാ ബാച്ചിൻ്റെയും മെൻറ്റേഴ്സ് അതുപോലെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിലവിൽ സഹകാരി ഇപ്പോൾ എത്തി നിൽക്കുന്ന ആ ഒരു പൊസിഷൻ നോക്കുമ്പോഴത്തേക്ക് എല്ലാ മെൻറ്റേഴ്സിനും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അപ്പോൾ നമ്മുടെ വിജയം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്ത ആരൊക്കെയാണ് അവിടെ ഉള്ളത്? വീട്ടിൽ അച്ഛനമ്മ, ഏട്ടൻ, ഫ്രണ്ട്സ്, കുറേ ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ ഡെയിലി കമ്പനീസിൻ്റെ ഈ ഫോം വിളിച്ചിട്ട് സുശാന്തിക എന്ന് പറഞ്ഞ ഫ്രണ്ട് ഉണ്ട്, തൃശ്ശൂർ ഉണ്ടായിരുന്നത്. അവളായിട്ട് ഡെയിലി ഒരു 7 മണിക്കൂറേലും കുറഞ്ഞത് കോൾ ചെയ്തിട്ടാണ് പഠിച്ചിരുന്നത്. പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് സാം എന്ന് പറയും, അവൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. കുറേ പേര് കൂടെ നിന്നിട്ടുണ്ട്. അപ്പം ഒരാളുടെ വിജയമല്ല, ഒരാളുടെ വിജയം എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു ഗ്രൂപ്പിൻ്റെ വിജയമായിരിക്കും. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഒത്തിരി ആൾക്കാരുടെ എഫോർട്ടുണ്ട്. അപ്പോൾ നമ്മൾ അൻഷിയുടെ കുടുംബത്തെ കൂടെ പരിചയപ്പെടുകയാണ്. 21ാമത്തെ വയസ്സിൽ മകൾ അഡ്വൈസ് മേടിച്ച് നിൽക്കുകയാണ്. ഓക്കെ. അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിരുന്ന ചേട്ടൻ, അതുപോലെ അമ്മ, അച്ഛൻ എന്നിവരാണ്.
അപ്പോൾ സാർ നമുക്ക് മകളുടെ ആ ഒരു സക്സസ്സിൽ സാറിൻ്റെ ഒരു അഭിപ്രായം എന്താണ്? നന്നായിട്ടുണ്ട്, നന്നായി പഠിച്ചിട്ടുണ്ട്. പിന്നെ അവർ പഠിക്കുന്ന അത്രയും നമ്മൾ പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉത്തരവാദിത്വം. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും 21 ഇയേഴ്സ് ഓൾഡിൽ കുടുംബത്തെ നോക്കാൻ ഭാഗത്തിലേക്ക് നമ്മൾ വരെയാണ്. അപ്പോൾ ഇത് മാത്രമല്ല, ഇനിയും ഒത്തിരി പഠിക്കാനുണ്ട്. അവർക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഒത്തിരി ഹൈറ്റ്സ് ഉണ്ട്. കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എഴുതാൻ പറ്റിയില്ല ആ സമയത്ത്. നമ്മുടെ ആ സമയത്ത് നിങ്ങൾ ഒരു സെമ്മിൻ്റെ റിസൾട്ട് അവൈറ്റിംഗ് ആയിട്ട് എഴുതാൻ പറ്റില്ല. അതും പറ്റിയില്ല. കേരള ബാങ്കും പറ്റിയില്ല. പേടിക്കേണ്ട, കേസ് കാർഡ് ബാങ്ക് എഴുതണം. അത് വൃത്തിയായിട്ട് പഠിച്ചെഴുതണം. അതുപോലെ ഇനി വരാൻ പോകുന്ന പരീക്ഷകളൊക്കെ നന്നായിട്ട് പഠിച്ചെഴുതുക. നിൻ്റെ ലക്ഷ്യത്തിലെത്തുന്നത് വരെ പഠനം കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. അൻഷി ബാബുവിനോടൊപ്പം തിരൂരിൽ നിന്നും താങ്ക് യു.